ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൃഷ്ണാസ് സ്റ്റോറി ടൈം. ശ്രീകൃഷ്ണ ഭഗവാനിൽ അനുഗ്രഹീതരായ എല്ലാവർക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ്, പുനലൂർ. ഓഡിയോ കൃഷ്ണകുമാരി. ഇന്ന് നമുക്ക് കാലയവനൻ എന്ന ഭാഗമാണ് വായിക്കുവാനുള്ളത്. കഴിഞ്ഞ ദിവസം രേവതി എന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. ശരിക്കും രേവതി എന്ന ഭാഗം കഴിഞ്ഞാൽ പിന്നീട് കുശസ്ഥലിയുടെ മോചനം, അതായത് രേവതിയുടെ അച്ഛൻ ആയ ആ രാജാവിൻ്റെ സ്ഥലമായ കുശസ്ഥലി ബലരാമനും കൃഷ്ണനും കൂടി മോചിപ്പിച്ച് കൊടുക്കുന്ന കഥയാണ് കുശസ്ഥലിയുടെ മോചനം എന്ന ഭാഗം. അത് കഴിഞ്ഞാൽ ദ്വാരക ഉണരുന്നു, പിന്നീട് ദക്ഷിണായനത്തിലെ ചില സംഭവങ്ങൾ എന്നിവ മുൻപ് വീഡിയോയിലൂടെ വായിച്ചിട്ടുണ്ട്. ഇതൊരു പഴയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എന്തുകൊണ്ടോ പ്രിൻറ്റിങ്ങിൻ്റെയോ ബൈൻഡിങ്ങോ എന്തോ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് തോന്നുന്നു ആ ഭാഗങ്ങളെല്ലാം രണ്ടാവൃത്തി വന്നിട്ടുണ്ട്. അത് മുൻപ് വായിച്ചിരിക്കുന്നു ആ ഭാഗങ്ങളെല്ലാം, അത് നോക്കുക. അതിനുശേഷം വരുന്ന ഭാഗമാണ് കാലയവനൻ എന്ന ഭാഗം. ഇന്ന് അത് വായിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കാലയവനൻ. വിളഭൂയിഷ്ടമായ തടപ്രദേശങ്ങളുള്ള നദിയാണ് സിന്ധു. നുരഞ്ഞു പതഞ്ഞ് ഭൂമിക്ക് കുളിരേകി അവൾ ഒഴുകുന്നു. സിന്ധുവിൻ്റെ തീരദേശത്ത് പുഷ്ടി പ്രാപിച്ചു വന്ന രാജ്യമാണ് കാലയവനപുരി. കാലയവനൻ എന്ന രാജാവാണ് ആ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം സിന്ധു തടത്തിലെ ഈ രാജ്യത്തിന് കാലയവനപുരി എന്ന നാമം വന്നത്. കാലയവനൻ രാജാവായതോടെ പുരിയുടെ ഭാവം മാറി. അയൽ രാജ്യങ്ങൾ ഓരോന്നായി കാലയവനന് കീഴടങ്ങി. കാലയവനപുരിക്ക് വിസ്തൃതിയേറി. സൈന്യങ്ങൾ ശക്തരായി. ധാരാളം ആയുധങ്ങൾ നിർമ്മിച്ചു. പ്രകൃതി സുന്ദരമായ കാളിന്തിയുടെ തടപ്രദേശവും ഗംഗയുടെ സമതലവും കാലയവനന്റെ സ്വപ്നങ്ങളായിരുന്നു. മധുരയിൽ പരാക്രമിയായ കംസനും ഗംഗാസമതലത്തിൽ ജരാസന്ധനും വസിച്ചതിനാൽ കാലയവനന് ഈ രാജ്യങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനായില്ല. എത്ര പരിശ്രമിച്ചാലും ശക്തിശാലികളായ അവരെ പരാജയപ്പെടുത്തുവാനാവുകയില്ലെന്ന് മനസ്സിലാക്കിയ കാലയവനൻ ശിവനെ തപസ് ചെയ്യുവാൻ തീരുമാനിച്ചു. ഹിമാലയത്തിൻ്റെ തടത്തിൽ ഘോര തപത്തിനുള്ള സ്ഥാനം കാലയവനൻ തെരഞ്ഞെടുത്തു. ചുറ്റും മഞ്ഞു വീണ് കിടക്കുന്ന ഒരു പാറപ്പുറത്ത് ഒറ്റക്കാലൂന്നി കാലയവനൻ തപസ് തുടങ്ങി. ശിരസിൽ മുകളീകൃതമായ പാണികൾ വെച്ച് പഞ്ചാക്ഷരി ഓതി തപസ് ചെയ്തു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ശിശിരവും വസന്തവും ഹേമന്തവും വർഷവും മാറി മാറി വന്നു. ജട വളർന്ന് പ്രകൃതി വാട്ടിയുണക്കിയ കായവുമായി അഗ്നിശുദ്ധി തേടി കാലയവനൻ നിന്നു. എത്രയോ വർഷങ്ങൾ കൊഴിഞ്ഞു വീണു. ഇതിനിടയിൽ കാളിന്തി തടത്തിൽ പല പരിവർത്തനങ്ങളും വന്നു. കായാമ്പൂവർണ്ണൻ കംസന് കാലനായി. ജരാസന്ധൻ കൃഷ്ണനുമായി പലവട്ടം പോരു നടത്തി. കാളിന്തി തടവും ഗംഗാസമതലവും സംഭവങ്ങളുടെ പുതിയ മുഖങ്ങൾ കണ്ടുനിന്നു. തപസ്സിൻ്റെ പരമകാഷ്ഠയിൽ ശിവൻ പ്രത്യക്ഷനായി. കാലയവനൻ ശൂലപാണിയുടെ കാൽപാദങ്ങളിൽ നമസ്കരിച്ചു. ശിവൻ അരുളി, ഭക്ത, നിന്റെ നിഷ്ഠയിൽ ഞാൻ ആനന്ദഭൂയിഷ്ഠനാണ്. ആധ്യാത്മികവും ലൗകികവുമായ വരങ്ങൾ ചോദിക്കാം. രണ്ടും സമരസപ്പെടുത്തുവാൻ ആവുകയില്ല. ഇത് കേട്ട് കാലയവനൻ പറഞ്ഞു, പ്രഭോ, എനിക്ക് ലൗകിക വരങ്ങൾ മതി. ശിവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ അഭിമതങ്ങൾ ചോദിച്ചുകൊള്ളുക. കാലയവനൻ പറഞ്ഞു, എനിക്ക് ഗംഗാസമതലത്തിലും കാളിന്തി പുളിനവും സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. യാദവ പ്രഭുക്കളെ ജയിക്കുവാൻ അങ്ങ് വരം തരണം. ശിവൻ കാലയവനന്റെ വാക്കുകൾ കേട്ട് അരുളി,
നിന്റെ ആഗ്രഹം സഫലീകരിക്കും. യാദവന്മാർ നിന്നെ എതിർക്കുകയില്ല. അഥവാ എതിർത്താലും പരാജയം സംഭവിക്കുകയില്ല. രുദ്രന്റെ പദങ്ങൾ കാലയവനിൽ ആനന്ദം വളർത്തി. ആനന്ദം അഹന്തയ്ക്ക് വഴിമാറി. ശിവൻ അവിടെ തിരോധാനം ചെയ്തു. അഹന്ത വളർന്നു കണ്ണുകളിൽ കോപാഗ്നിയായി ഒഴുകി. ഹിമതടം ചവിട്ടി മെതിച്ച് കാലയവനൻ പുരിയിലെത്തി. ഭയഭക്തി ബഹുമാനങ്ങളോടെ ജനത കാലയവനെ സ്വീകരിച്ചു. സൈന്യങ്ങളുടെ നായകന്മാരെ കാലയവനൻ വിളിച്ചുകൂട്ടി. അവരുടെ മധ്യത്ത് തന്നെ ഉയർന്ന സിംഹാസനത്തിൽ ഉപവിഷ്ടനായ യവനൻ പ്രഖ്യാപിച്ചു: ഗംഗാസമതലവും കാളിന്തി തടവും എൻ്റെ സ്വന്തമാകുവാൻ പോകുന്നു. നമ്മുടെ ചിരിയിലും സന്തോഷത്തിലും അവിടുത്തെ പ്രകൃതി കോരിത്തരിക്കുമെന്നുറപ്പാണ്. ചതുരംഗപ്പട നിങ്ങൾ സജ്ജമാക്കുവിൻ. ആയുധങ്ങൾ വിളക്കി മൂർച്ച കൂട്ടുവിൻ. അരികളെ അരിഞ്ഞു വീഴ്ത്തി അരയ്ക്കാൻ ജയിക്കുന്നതെങ്ങനെയെന്ന് കാലിച്ചെറുക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണം. അരികളെ അരിഞ്ഞു വീഴ്ത്തി അരക്കൻ ജയിക്കുന്നതെങ്ങനെയെന്ന് കാലിച്ചെറുക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞ് കാലയവനൻ പൊട്ടിച്ചിരിച്ചു. ആ ശബ്ദം കേട്ട് കൊട്ടാരക്കെട്ടുകൾ കുലുങ്ങി. സൈന്യനായകർ ആനന്ദചിത്തരായി. അയൽനാടുകൾ ആക്രമിക്കുക നല്ലതാണ്. സമ്പത്തുള്ള പട്ടണങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ കൊള്ളയും കൊള്ളിവെപ്പും നടത്താം. കന്യകാരത്നങ്ങളെ സ്വന്തമാക്കാം. ധനവും മാനവും കുത്തിക്കവർന്ന് ആനന്ദിക്കാം. വരം നേടിയ കാലയവനൻ പരാജയമറിയുകയില്ല. ഇതെല്ലാം ഓർത്ത് ആഹ്ലാദത്തോടെയാണ് സൈന്യനായകർ തങ്ങളുടെ അധികാരത്തിലുള്ള പടയെ സജ്ജീകരിക്കുവാൻ പോയത്. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ഒരു ദിവസം തൻ്റെ സിംഹാസനത്തിലിരുന്ന് കാളിന്തി തടം സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന യവന രാജാവിൻ്റെ മുമ്പിൽ ദ്വാരപാലകൻ എത്തി ഓച്ചാനിച്ചു നിന്നു. രാജാവ് അമർത്തി മൂളി. താഴ്മയോടെ ദ്വാരപാലകൻ പറഞ്ഞു: ബ്രഹ്മർഷിമാരിൽ മുഖ്യനായ നാരദൻ അങ്ങയെ കാണുവാൻ അവസരം പാർത്തു കഴിയുന്നു. ഇനി ആജ്ഞാപിച്ചാലും. നാരദനോ? ആശ്ചര്യത്തോടെ കാലയവനൻ എഴുന്നേറ്റു. മഹർഷിയെ ആദരിച്ചു കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. യവനരാജാവ് അഗ്നിഹോത്രശാലയിലേക്ക് ചെന്നു. അപ്പോഴേക്കും ദ്വാരപാലകരാൽ പരിസേവിതനായി മുനി എഴുന്നള്ളുന്നത് കണ്ടു. നാരദനെ അർഘ്യപാദ്യങ്ങൾ നൽകി ആചരിച്ച് സ്വീകരിച്ചു. കാലയവനൻ പറഞ്ഞു: മഹർഷിയെ, ജ്യോതിർരൂപനായ അങ്ങയെക്കുറിച്ച് ധാരാളം കേട്ടിരിക്കുന്നു. പക്ഷേ കാണുവാൻ തരപ്പെട്ടത് ഇപ്പോൾ മാത്രം. എൻ്റെ പുരത്തിലേക്ക് എഴുന്നള്ളിയതുമൂലം ഞാൻ ഭാഗ്യവാനായി. എന്ത് കാര്യമാണ് അങ്ങയ്ക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കേണ്ടതെന്ന് ആജ്ഞാപിച്ചാലും? നാരദൻ കള്ളപ്പുഞ്ചിരി വദനത്തിൽ വരുത്തിക്കൊണ്ട് പറഞ്ഞു: കാലയവന, നീ ശിവനിൽ നിന്നും വരം നേടിയതായി അറിഞ്ഞു. ഭക്തോത്തമനായ നിന്നെ കാണുവാനും പരിചയപ്പെടുവാനും ഇനി വൈകരുതെന്ന് തോന്നി. മാത്രമല്ല, നിന്റെ ആഗ്രഹങ്ങൾ നടപ്പാകുവാൻ പോകുന്ന ചില സംഭവങ്ങൾ ഗംഗാസമതലത്തിൽ മുളച്ചു പൊന്തിയത് അറിയിക്കണമെന്നും ചിന്തിച്ചു. മഹർഷി തുടർന്നു: നിന്റെ കീർത്തിദാവല്യം നാടെങ്ങും പരന്നിരിക്കുകയാണ്. ഇനിയും അത് പരക്കുവാൻ പോവുകയാണ്. മഗധാധിപനായ ജരാസന്ധൻ അങ്ങയുടെ വൈരിയാണെന്ന് എനിക്കറിയാം. ഗംഗാസമതലം സ്വന്തമാക്കുവാൻ താങ്കൾ വരം നേടിയിരിക്കുകയുമാണല്ലോ. ആ ജരാസന്ധൻ മധുരയ്ക്ക് തിരിച്ചിട്ടുണ്ട്. മധുര ആക്രമിക്കുവാനാണ് ജരാസന്ധൻ്റെ നീക്കം. മധുര ഭരിക്കുന്നത് ആ കാലിച്ചെറുക്കനാണ്. ഇത്തിരിയോളം പോന്ന ബാലൻ, കംസനെ കൊന്ന കൃഷ്ണൻ, അഹങ്കാരിയായ അവനെയും വകവരുത്തണം. മാഗധനെയും കേശവനെയും ഒറ്റ യുദ്ധത്തിൽ വകവരുത്താനുള്ള ഭാഗ്യം ആണ് വന്നു ചേരുന്നത്. ഇങ്ങനെ വാദിച്ച് വിധിസുതൻ കുതുകത്തോടെ യാത്രയായി. വരശക്തി തനിക്ക് അനുകൂലമായി വരുന്നതെന്ന് ഓർത്ത് കാലയവൻ ആഹ്ലാദിച്ചു. അദ്ദേഹം ചതുരംഗപ്പടയുടെ നായകരെ വിളിച്ചു വരുത്തി വിവരം ധരിപ്പിച്ചു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു: പ്രഭോ, അങ്ങ് ആജ്ഞാപിക്കുകയേ വേണ്ടൂ പടയുടെ പദചലനം തുടങ്ങുവാൻ. എല്ലാം
അനുകൂലമാക്കി നിർത്തിയിരിക്കുകയാണ്. ആനന്ദത്തോടെ കാലയവനൻ ആജ്ഞാപിച്ചു. നാളെ പ്രഭാതത്തിൽ എല്ലാവരും വരുക. എപ്പോഴാണ് പട നീക്കമെന്നറിയിക്കാം. ഇപ്പോൾ വിശ്രമിക്കുക. കാലയവനൻ അന്തഃപുരത്തിലേക്ക് പോകുവാൻ ഒരുങ്ങിയതാണ്. അപ്പോഴാണ് ദ്വാരപാലകൻ എത്തി അറിയിച്ചത്. സ്വാലരാജാവ് കാണുവാൻ എത്തിയിരിക്കുന്നു. ഒരു നിമിഷം കാലയവനൻ ചിന്തിച്ചു. സാല്വൻ ജരാസന്ധൻ്റെ പ്രിയ സുഹൃത്താണ്. ഇപ്പോൾ വരുവാൻ കാരണം? എന്തായാലും യുദ്ധത്തിൻ്റെ ഗതിക്ക് മാറ്റം വരുമെന്ന് തോന്നുന്നു. ഇങ്ങനെ ആലോചിച്ച നൃപൻ സാല്വനെ വിളിച്ചുകൊണ്ടുവരുവാൻ പറഞ്ഞു. സ്വാല്വൻ സഭയിലെത്തി. യവനനായകൻ രാജോചിതമായ ഭാവത്തിൽ സാല്വനെ സ്വീകരിച്ചു. ധർമ്മം സംരക്ഷിച്ചു തന്നെ പറഞ്ഞു. മഹാനുഭാവനായ ജരാസന്ധൻ്റെ സുഹൃത്താണ് താങ്കൾ എന്ന് എനിക്കറിയാം. ഇപ്പോൾ വന്നത് സ്വകീയമായ കാര്യമോ സുഹൃത്തിൻ്റെ ഇംഗിതമോ എന്നറിയുവാൻ കഴിയുന്നില്ല. എല്ലാം വിശദമാക്കിയാലും? സാല്വൻ പറഞ്ഞു. മഹാരാജൻ, ഞാനിപ്പോൾ എത്തിയത് മാഗധൻ്റെ സന്ദേശവുമായിട്ടാണ്. എന്നാൽ ആ സന്ദേശം ജരാസന്ധൻ്റെ മാത്രം ഗുണത്തെ ലക്ഷീകരിക്കുന്നില്ല. ഭവാനും അത് ലഭിക്കുന്നതാണ്. അങ്ങേക്കും മാഗധനും എതിരെ ഒരു പുതിയ ശത്രു ഉയർന്നിരിക്കുന്നു. അത് അറിയിക്കുവാനാണ് തത്രപ്പെട്ട് ജരാസന്ധൻ എന്നെ അയച്ചത്. ആ ശത്രു മറ്റാരുമല്ല, കംസനെ നിഗ്രഹിച്ച കൃഷ്ണൻ തന്നെ. ബാലനാണെങ്കിലും അസാമാന്യ തന്ത്രശാലിയായ യാദവനാണവൻ. കരുത്തുറ്റ വീരരെ പോലും തന്ത്രത്തിലും മന്ത്രത്തിലും ബന്ധനാക്കുന്നവൻ. കഴിഞ്ഞ 17 പ്രാവശ്യം ജരാസന്ധൻ അവനെ പരാജയപ്പെടുത്തി. പക്ഷേ അവനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. ഗോമന്തത്തിൻ്റെ കൊടുമുടിയിൽ പേടിച്ചൊളിച്ച അവനെ തീയിലിട്ട് ചുട്ടതാണ്. പക്ഷെ അത്ഭുതകരമാം വിധം അവൻ രക്ഷപ്പെട്ടു. സൈന്യങ്ങൾക്ക് കനത്ത നാശവും അവൻ വരുത്തിവെച്ചു. വീണ്ടും അവൻ മധുരയിലെത്തിയിട്ടുണ്ട്. ഇനിയും അവനെ വളരുവാൻ അനുവദിച്ചാൽ താങ്കൾക്കും എനിക്കും നാശമാണ്. ശത്രുവിനെ മുളയിലേ നുള്ളണം. വരബലശാലിയായ അങ്ങയുടെ മനസ്സ് ഇതിലേക്ക് ഞാൻ അഭ്യർത്ഥിക്കുന്നു, സഹായത്തിന് അപേക്ഷിക്കുന്നു. കാലയവനൻ പറഞ്ഞു. ജരാസന്ധനോട് പോരടിച്ച് മാഗധം കരസ്ഥമാക്കണമെന്ന് കരുതിയതാണ്. സഹായത്തിന് അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കുന്നത് അഭിലഷണീയമല്ല. അതുകൊണ്ട് ഗംഗാസമതലം സ്വന്തമാക്കുന്ന കാര്യം ഞാൻ ഉപേക്ഷിക്കുകയാണ്. എന്നാൽ ജരാസന്ധൻ്റെയും എൻ്റെയും ധൂമകേതുവായി വളരുന്ന കേശവനെ നശിപ്പിക്കുവാൻ പ്രഭാതത്തിൽ ഞാൻ പുറപ്പെടുകയായി. ആ വിവരം താങ്കൾ ജരാസന്ധനെ അറിയിക്കുക. സാല്വൻ ദൂത് വിജയിച്ച ആനന്ദത്തോടെ ജരാസന്ധൻ്റെ ഭവനത്തിലെത്തി. മധുരയെ വീണ്ടും ആക്രമിക്കുന്ന കാര്യത്തിൽ എല്ലാ ഒരുക്കങ്ങളും മഹാരാജാവ് പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ഏതു നിമിഷവും പുറപ്പെടുവാൻ ചതുരംഗപ്പട തയ്യാറായി കഴിഞ്ഞു. കൊള്ളയും കൊള്ളിവെപ്പും നടത്തി മധുരയുടെ സമ്പത്തും സൗന്ദര്യവും വികാരവും ചോർത്തുക എന്ന ലക്ഷ്യമാണ് പടകൾക്കുള്ളത്. അവർ പോകുവാൻ തത്രപ്പെട്ടു. ജരാസന്ധൻ എല്ലാം ഉറപ്പിച്ചുള്ള യുദ്ധത്തിനായിരുന്നു പുറപ്പാട്. ഒന്നുകിൽ കംസന്റെ പുത്രന്മാർക്ക് രാജ്യം, അല്ലെങ്കിൽ മധുര കാളിന്തി തടത്തിലെ ഏറ്റവും വലിയ ശ്മശാനം. സാല്വൻ വന്നു ചേർന്നതുകൊണ്ട് ജരാസന്ധൻ പടനീക്കത്തിനുള്ള അവസാന ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.